സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ കലണ്ടർ ചരിത്രവും പാഠവും എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ കലണ്ടർ എന്നുള്ളത് മുസ്ലിമുകൾ അവരുടെ മതപരമായ ആവശ്യത്തിന് പൊതുവിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ തന്നെയും കലണ്ടർ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ നിർബന്ധമായ ഒരു കാര്യമായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ മുസ്ലിമുകൾ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്ത് നിലനിന്നിരുന്ന വിവിധ കലണ്ടറുകളുടെ കൂട്ടത്തിൽ ഹിജ്റ കലണ്ടറിനെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഹിജ്റ കലണ്ടറിൻ്റെ ചരിത്രം മുസ്ലിം എന്ന നിലക്ക്, അവൻ്റെ മതപരമായ ആവശ്യമെന്ന നിലക്ക് അവൻ അറിഞ്ഞിരിക്കൽ അവന് ഗുണം നൽകും എന്നതിനാലാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പണ്ഡിതന്മാർ കലണ്ടറും മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധം സംസാരിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്മാർ കലണ്ടർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചനകളിൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഉള്ള പരാമർശങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ കലണ്ടർ ആണ് നമ്മൾ മുസ്ലിമുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഹിജ്റ കലണ്ടർ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങുന്നത് അതിൻ്റേതായ നിത്യമായ രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ്. എന്നാൽ അതിനു മുമ്പും കലണ്ടർ ഉപയോഗം ലോകത്തുണ്ടായിട്ടുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും പഴകിയ കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും മുൻപുണ്ടായിരുന്ന ചരിത്രമെന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭൂമിയിലേക്കുള്ള കടന്നുവരവിനോടുകൂടി കലണ്ടറിൻ്റെ ഉപയോഗം ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ആദ്യമായി തുടങ്ങിയത് എന്നാണ്. അപ്പോൾ കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും പരിചിതമായ ഏതെങ്കിലും ഒരു സംഭവം ആളുകൾ തിരഞ്ഞെടുക്കും. എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാകണം എന്നത് അതിൻ്റെ നിബന്ധനയാണ്. അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവം, അവരാ സംഭവത്തിനെ ഒന്നായി കൂട്ടും, ഒന്നാം ദിനമായി കൂട്ടും. ആ സംഭവം നടന്നത് എന്നാണോ ആ സംഭവം നടന്ന ദിവസത്തെ ഒന്നാം ദിനമായി കൂട്ടും. അതുമുതൽ 2 കൊല്ലമായി, അതുമുതൽ 5 ദിവസമായി, അന്ന് മുതലേക്ക് 10 ദിവസമായി എന്ന് പറയുന്നതിനാണ് കലണ്ടർ എന്ന് പറയുന്നത്. അതാണ് കലണ്ടറിൻ്റെ പ്രായോഗിക രൂപം. അപ്പോൾ അങ്ങനെ ആളുകൾ അവലംബിച്ച സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സംഭവം, അത് ചരിത്രകാരന്മാർ പറയുന്നതിൽ ഏറ്റവും പഴയതായി കാണുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സന്ദർഭത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അതൊന്നും കൃത്യമായി കൊള്ളണം എന്നില്ല. കാരണം ആദം നബി അലൈഹിസ്സലാം ഏത് ദിവസത്തിലാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് ചരിത്രകാരന്മാർ നിജപ്പെടുത്തിയിട്ടുള്ള വിഷയമല്ല. അപ്പോൾ അതിൽ അവരുടെ ഊഹങ്ങൾ പ്രവേശിക്കും. അതനുസരിച്ച് അവർ ഒരു ദിവസം നിശ്ചയിക്കും, ഈ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങ് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മുതൽ 2 കൊല്ലം കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മുതൽ 5 കൊല്ലം കഴിഞ്ഞിട്ട്, ഇങ്ങനെയാണത്രേ പഴയ കാലത്ത് കലണ്ടർ പറഞ്ഞപ്പോൾ ഏറ്റവും പഴയ ചരിത്രമായി നമ്മൾ കാണുന്നത്. പിന്നീട് കാണുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ശത്രുക്കളെ, കാഫിറുകളെ നശിപ്പിക്കാൻ അള്ളാഹു ഒരു വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു.
ആ വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളപ്പൊക്കം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ്, ആ വെള്ളപ്പൊക്കം നടന്നതിൻ്റെ 5-ാം വർഷം, വെള്ളപ്പൊക്കം നടന്നതിൻ്റെ 10-ാം വർഷം എന്ന് കലണ്ടർ പറയാൻ തുടങ്ങി. പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. ഇബ്രാഹിം നബി തീയിൽ എറിയപ്പെട്ടതിൻ്റെ 10-ാം കൊല്ലം, ഇബ്രാഹിം നബി തീയിൽ എറിയപ്പെട്ടതിൻ്റെ 15-ാം കൊല്ലം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കലണ്ടർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ മനുഷ്യന്മാരുടെ ചരിത്രം നോക്കിയാൽ അവരെല്ലാവരും ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ട് കലണ്ടർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതറിയിക്കുന്നത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കലണ്ടർ തീയതി കുറിക്കുക, തീയതി പറയാൻ കഴിയുക, തീയതി നിശ്ചയിക്കാൻ കഴിയുക എന്നത് മനുഷ്യന്മാരുടെ ജീവിതത്തിലെ നിർബന്ധ ഘടകമാണ് എന്നതാണ് ഈ മനുഷ്യ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അവിടെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീഅത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടുള്ള 12 മാസങ്ങളെ ചേർത്തിട്ടുള്ള ഹിജ്റ കലണ്ടറിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു. ആ മക്കയിൽ ജനിച്ച ശേഷം 40-ാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു ചുരുക്കം രൂപം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 4 സംഭവങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നടന്ന ദിവസം, അല്ലെങ്കിൽ ആ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഹിജ്റ പോകുന്നു. പിന്നീട് 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സംഭവങ്ങൾ സഹാബത്ത് പരാമർശിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഹിജ്റ കലണ്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഹിജ്റ 1400 ഇത് ഹിജ്റ 1444, ഇത് ഹിജ്റ 1446 എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് ഹിജ്റയുടെ 2-ാമത്തെ വർഷമാണ് എന്ന പരാമർശം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അന്നല്ല ഹിജ്റ കലണ്ടർ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഉണ്ടായത്. അത് സംഭവിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അപ്പോൾ എങ്ങനെയായിരുന്നു അവർ കലണ്ടറിൻ്റെ ഉപയോഗം നടത്തിയത്? നമ്മൾ പറഞ്ഞു, മനുഷ്യന്മാരുടെ തുടക്കകാലം മുതൽ അവർക്ക് കലണ്ടറിൻ്റെ ഉപയോഗം ആവശ്യമായിരുന്നു. അവർക്ക് തീയതി അറിയിക്കാനും കാര്യങ്ങൾ നിശ്ചയിക്കാനും അവർക്ക് കലണ്ടർ ആവശ്യമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എന്നാണ് ഹിജ്റ കലണ്ടർ ഉണ്ടായത്? നമ്മൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ കലണ്ടറിൻ്റെ ഉപയോഗം എങ്ങനെ നടന്നു, ആ ഒരു ഭാഗം എങ്ങനെ പരിഹരിച്ചു? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഓരോ വർഷത്തിലും നടന്നിരുന്ന പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ട് അവർ താൽക്കാലികമായി കലണ്ടർ പറഞ്ഞിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ആനക്കലഹം 1-ാം വർഷം, ആനക്കലഹ വർഷം, ആനക്കലഹത്തിൻ്റെ 3-ാം വർഷം എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. അഥവാ മക്കയിലുള്ള മുശ്രിക്കുകൾ, മക്കയിലുള്ള അറബികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് നുബുവത്ത് കിട്ടി പ്രവാചകനാകുന്നത് വരെ തീയതി നിശ്ചയിച്ചിരുന്നത് കഅബ പൊലിക്കാൻ അബ്രഹത്ത് വന്ന സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ട് ആനക്കലഹം എന്നതിലേക്ക് ചേർത്തിട്ടായിരുന്നു അവർ കാര്യങ്ങൾ തീയതി നിശ്ചയിച്ചിരുന്നത്. ആനക്കലഹം 1-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയും. എന്താ ആനക്കലഹം 1-ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ? ആനക്കലഹം നടന്നത് ഏതൊരു വർഷത്തിലാണോ, ഏതൊരു സമയത്താണോ ആ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പറയും. ആനക്കലഹം 3-ാം വർഷം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആനക്കലഹ സംഭവം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് ജനിച്ചത് എന്ന് പറയും. ആനക്കലഹത്തിൻ്റെ ഇത്രാമത്തെ വർഷത്തിൽ ഇന്നത് സംഭവിച്ചു എന്ന് ആളുകൾ അന്നത്തെ കാലത്ത് ആനക്കലഹത്തിലേക്ക് ചേർത്ത് പറഞ്ഞിരുന്നു. അത് മുസ്ലിമുകളും അങ്ങനെ തന്നെയാണ് ചെയ്തത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അവിടെ നിന്ന് ദഅവത്ത് തുടങ്ങി. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതം വിശ്വസിച്ച് മുസ്ലിമുകളായി സഹാബത്തായി മാറി. അന്ന് മുതൽ സഹാബത്ത് കലണ്ടർ പറയുന്നതിൻ്റെ മാനദണ്ഡം മാറ്റി. അവർ പറയാൻ തുടങ്ങി, നബിക്ക് നുബുവത്ത് കിട്ടിയതിൻ്റെ 1-ാം കൊല്ലം, നബിക്ക് നുബുവത്ത് കിട്ടിയതിൻ്റെ 3-ാം കൊല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിൻ്റെ 3-ാം കൊല്ലത്തിൽ റസൂലുള്ളാഹി പരസ്യപ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിൻ്റെ 5-ാം കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ മാനദണ്ഡം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതായിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഹിജറ പോകുന്നത്. ഹിജറ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിറങ്ങിയ ആ ഹിജറയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ 1 കൊല്ലത്തോളം സംസാരിച്ചു. ഹിജറ കഴിഞ്ഞിട്ട് അടുത്ത ഷാബാനിൽ, ഹിജറ കഴിഞ്ഞിട്ടുള്ള മുഹറത്തിൽ, ഹിജറ കഴിഞ്ഞിട്ടുള്ള എന്ന ഒരു സംസാരം അവർ നടത്തി. അങ്ങനെ വന്നപ്പോഴാണ് 2-ാമത്തെ കൊല്ലത്തിൽ ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ബദർ യുദ്ധത്തിലേക്ക് ചേർത്തുകൊണ്ട് കാര്യങ്ങൾ പറയും. ബദർ കഴിഞ്ഞിട്ടുള്ള മുഹറത്തിൽ, ബദർ കഴിഞ്ഞിട്ടുള്ള ശവ്വാലിൽ, ബദർ യുദ്ധം നടക്കുന്ന റമദാനിലാണ്. അപ്പോൾ ബദർ കഴിഞ്ഞിട്ടുള്ളതായ ദുൽഖഅദയിൽ എന്നൊക്കെ അവർ കണക്ക് പറയാൻ തുടങ്ങി. ഇങ്ങനെയായിരുന്നു അവർ ആ കാലഘട്ടത്തിൽ ഈ കലണ്ടറിൻ്റെ ആവശ്യം നിർവഹിച്ചിരുന്നത്. കലണ്ടർ എന്താവശ്യത്തിനാണോ വേണ്ടത് അത് അവർ പരിഹരിച്ചിരുന്നത് അതത് വർഷത്തിൽ നടന്ന പ്രധാന സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. അപ്പോഴും ഈ പറയുന്ന ഹിജറയുടെ 1-ാം കൊല്ലം, ഹിജറയുടെ 2-ാം കൊല്ലം എന്ന പരാമർശം ഉണ്ടായിട്ടില്ല എന്നതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത്. ഒരു വിഭാഗം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഹിജറയുടെ കലണ്ടർ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇമാം അഹ്മദിൽ നിന്ന് അത് അറിയിക്കുന്നൊരു റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായതും നമുക്ക് ഓർത്തു വെക്കാവുന്നതുമായ കാര്യം നമ്മുടെ ഹിജറ കലണ്ടർ തുടങ്ങിയതെന്നാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനെ സംബന്ധിക്കുന്ന ചരിത്രം പണ്ഡിതന്മാർ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ 3934 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാ അദ്ദു മിൻ മബ്അത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിജ്റ കലണ്ടറിൻ്റെ ചർച്ച വന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം മുതൽ എണ്ണിയില്ല. വലാ മിൻ വഫാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതലും കാര്യങ്ങളെ എണ്ണിയില്ല. മാ അദ്ദു ഇല്ലാ മിൻ മഖ്ദമിഹി അൽ മദീന, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ഹിജ്റ മുതലാണ് പണ്ഡിതന്മാർ സഹാബത്ത് ഹിജ്റ കലണ്ടറിൻ്റെ മാനദണ്ഡമായി വെച്ചിട്ടുള്ളത് എന്നൊരു ചുരുക്കം പരാമർശം സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹുവിൻ്റേതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ തലക്കെട്ടായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നൽകുന്നത് മിൻ ഐന അർറഹു താരീഖ്, സഹാബത്ത് എവിടെ നിന്നാണ് തീയതി കുറിച്ചത്, എവിടെ നിന്നാണ് കലണ്ടറിൻ്റെ മാനദണ്ഡമായി വെച്ചത് എന്ന തലക്കെട്ടിൻ്റെ കീഴിലാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. ഈ പറയുന്ന റിപ്പോർട്ട് എടുത്തുദ്ധരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു ഹിജ്റ 16-ാമത്തെ വർഷം. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഹിജ്റ 16-ാമത്തെ വർഷം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത് ഹിജ്റ നടന്നിട്ട് ഹിജ്റ 11-നാണ്. ഹിജ്റ 11 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിജ്റ നടന്നിട്ട് 11-ാമത്തെ കൊല്ലം. ഹിജ്റ നടന്നതിന് ശേഷം 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞു. ആ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 കൊല്ലം ഭരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ ഹിജ്റ 11-ലും 12-ഉം 13-ഉം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ സന്ദർഭമാണ്. അങ്ങനെ ഹിജ്റ 14 വന്നു. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിലേറുന്ന സമയം. ഹിജ്റ 13-ലോ 14-ലോ. ആ 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു, ഹിജ്റ 16-ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഹിജ്റ നടന്നിട്ടുള്ള 16-ാമത്തെ കൊല്ലം, ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ കയറിയ 4-മത്തെയോ 3-മത്തെയോ വർഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് വന്നു. ഒരു കത്ത് വന്നിട്ട് ആ കത്തിലുള്ളത് ഒരു കടബാധ്യതയുമായി ബന്ധപ്പെട്ട് അത് ഷഅബാനിൽ അയാൾ കടം വീട്ടാനുള്ള ഡേറ്റ് എത്തിയിരിക്കുന്നു എന്നാണ് കത്തിലുള്ളത്. ഷഅബാനിൽ
കടം വീട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇതൊരു കേസിൻ്റെ ഭാഗമായിട്ടൊരു രേഖയായിട്ടാണ് കൊണ്ടുവരേണ്ടത്. നമ്മളൊക്കെ അഗ്രിമെൻ്റ് ചെയ്തു കടത്തിൻ്റെ, ആ പോലത്തെ ഒരു അഗ്രിമെൻ്റ് പത്രം ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിലുള്ളത് ഷഅബാനിലാകുന്ന. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇത് ഏത് ഷഅബാനാണ്? ആകെ അതിലുള്ളത് ഷഅബാനിലാകുന്നു എന്നാണ്. ഇത് കഴിഞ്ഞ ഷഅബാനത്തെ കാര്യമാണോ, അല്ലെങ്കിൽ ഈ വർഷത്തിലെ ഷഅബാനാണോ, അല്ലെങ്കിൽ ഇനി വരാനുള്ള ഷഅബാനാണോ? അത് ആ കത്തിലില്ല, ആ അഗ്രിമെൻറ്റിലില്ല. എന്തുകൊണ്ടില്ല? അങ്ങനെ ഒരു തീയതി എഴുതുന്ന സമ്പ്രദായം അന്നില്ലായിരുന്നു. ഇതൊരു സംഭവം. പണ്ഡിതന്മാർ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഭവം ഇതെല്ലാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ റിപ്പോർട്ടിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയുടെ 1-ാം വർഷം എന്ന ഹെഡിങ്ങിൻ്റെ ചരിത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നം വന്നു. മറ്റൊന്നുണ്ടായത്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങൾ ഗവർണറായ ഞങ്ങൾക്ക് കത്തെഴുതാറുണ്ട്, അഥവാ പല പ്രദേശങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് കത്തെഴുതും. ആ കത്തെഴുതുമ്പോൾ അതിൽ മാസം എഴുതുമായിരുന്നു, ഷഅബാനിൽ ശവ്വാലിൽ എന്നൊക്കെ പറഞ്ഞ് മാസം എഴുതുമായിരുന്നു. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ ഞങ്ങൾക്ക് ഉത്തരവായി നൽകുന്ന കാര്യം നടപ്പിലാക്കേണ്ടത് ഏത് മാസത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഷഅബാനിലാണെന്ന് കാണുന്നു, ശവ്വാലിലാണെന്ന് കാണുന്നു, അത് ഇനി വരാനുള്ളതാണോ അല്ലെങ്കിൽ ഈ വർഷത്തിലാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം കത്ത് അവിടെ നിന്ന് അയച്ച് ഇവിടെ എത്താനുള്ള സമയമുണ്ട്. ആ സമയതാമസത്തിൽ അടിയന്തരമായ കത്തുകളുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഷഅബാൻ എന്ന് എഴുതിയത് ഷഅബാനിൽ കിട്ടും. അത് ഈ ഷഅബാനിൽ നടപ്പിലാക്കാനുള്ളതാണോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾ കാണണം എന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും ആവശ്യപ്പെട്ടു. ഇങ്ങനെ പല സംഭവങ്ങൾ ഈ ഹിജ്റ കലണ്ടർ രൂപീകരണത്തിൻ്റെ ഒരു കാരണമായി വരുന്നു. അങ്ങനെ ഹിജ്റ കലണ്ടറിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായ സഹാബത്തിനെ വിളിച്ചു ചേർത്തു. ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റനേകം സഹാബത്തുണ്ട്. അങ്ങനെ ഈ വിഷയത്തിൽ അവർ ചർച്ച നടത്തി. ഇതിനൊരു പരിഹാരം കാണണം. അപ്പോഴും ഹിജ്റ കലണ്ടർ എന്ന ആശയം വന്നിട്ടില്ല. അതിൻ്റെ ചർച്ചയിലേക്ക് വരികയാണ്. ഒരു കലണ്ടർ വേണം, ഒരു തീയതി കുറിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് പരിഹാരമായി കാണണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചയിൽ ഉന്നയിച്ചു. അങ്ങനെ സഹാബത്ത് ചർച്ച ചെയ്തു. എങ്കിൽ സഹാബത്തിൽ ലോകത്തിനെ സംബന്ധിച്ച് ലോക ചരിത്രത്തെക്കുറിച്ച് ധാരണയുള്ള സഹാബത്തിൽ പറഞ്ഞു, പേർഷ്യക്കാർ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ കലണ്ടർ ഉപയോഗിച്ചാലോ? പേർഷ്യക്കാർ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ കലണ്ടർ ഉപയോഗിച്ചാലോ? ഇറാഖ് ഭാഗത്തും മറ്റു പല പ്രദേശങ്ങളിലും ആ സമയത്ത് പേർഷ്യക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും കാണണം. അപ്പോൾ മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നത്, റോമക്കാർ അഥവാ ഷാമിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ആ സമയത്ത് ഭരണം നടത്തിയിരുന്ന റോമക്കാർ, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഈ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ റോമക്കാർക്ക് കലണ്ടറുണ്ട്, നമുക്കത് തന്നെയാണ് ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതും വേണ്ട, അതും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മറ്റെന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട, പേർഷ്യക്കാരെ സംബന്ധിച്ച് അവരുടെ ചരിത്ര പുരുഷന്മാരിലേക്ക് ചേർത്തുകൊണ്ടുള്ള സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ കലണ്ടർ ഉണ്ടാക്കിയത്. റോമക്കാർക്കും അവരുടെ ചരിത്രപരമായ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവരും കലണ്ടർ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് താല്പര്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു അന്തസ്സുണ്ടല്ലോ, നമുക്കുമുണ്ടല്ലോ സംഭവങ്ങളും ചരിത്രങ്ങളും, അത് വെച്ച് നമുക്കെണ്ണാം. എങ്കിൽ ഇസ്ലാമിലേക്ക് അവർ അവരുടെ ചിന്ത ചുരുക്കി. അപ്പോൾ ഇസ്ലാമിലേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് പിന്നെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏത് സംഭവത്തെ മുൻനിർത്തിയിട്ട് വേണം നമുക്ക് ഹിജ്റ കലണ്ടർ തുടങ്ങാൻ, അല്ലെങ്കിൽ കലണ്ടർ തുടങ്ങാൻ. ഹിജ്റ കലണ്ടർ പിന്നീടാവുന്നതാണ്. കലണ്ടർ ഏത് സംഭവത്തെ മുൻനിർത്തി നമുക്ക് തുടങ്ങണം? പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒന്ന് പറഞ്ഞത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ എണ്ണിത്തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1-ാം വർഷം, റസൂലുള്ളാഹി ജനിച്ചിട്ട് 2-ാം വർഷം, അങ്ങനെ എണ്ണാന്ന് പറഞ്ഞു. രണ്ടാമത്തെ അഭിപ്രായം വന്നത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകത്വം കിട്ടി അവിടുന്ന് നബിയായത് മുതൽ 1-ാം വർഷം 2-ാം വർഷം എന്ന് പറഞ്ഞ് എണ്ണാം, അങ്ങനെ പറഞ്ഞു. മൂന്നാമതായ അഭിപ്രായം വന്നത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റ മുതൽ എണ്ണാം എന്നാണ്.
നാലാമത് വന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽ എണ്ണാമെന്നതാണ്. ഇങ്ങനെ 4 അഭിപ്രായങ്ങൾ വന്നു. ഈ 4 ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് ചുരുങ്ങിയിട്ട് അത് മുതൽ 1-ാം വർഷം 2-ാം വർഷം എന്ന് എണ്ണാം എന്ന ഒരു അഭിപ്രായത്തിലേക്ക് ഇവർ വന്നു. ആ അഭിപ്രായങ്ങളിൽ ഇനി ഏത് തിരഞ്ഞെടുക്കണം, എന്ന ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഹിജ്റ മുതൽ എണ്ണിയാൽ മതി. എന്തേ കാര്യം? ഒന്നാമത്തെ വിഷയം, ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. ആ ജന്മദിനം വെച്ച് നമുക്ക് എണ്ണണ്ടാന്ന സഹാബത്ത് ഐക്യകണ്ഠേന തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്ന് കൃത്യമായ കണക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്നതിന് കൃത്യമായ കണക്ക് സഹാബത്തിൻ്റെ അറിവിൽ പോലും ഇല്ല. അതുകൊണ്ട് കൃത്യമായ കണക്കില്ലാത്ത ഒന്ന് വെച്ച് നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ആ എണ്ണാനൊരു കൃത്യമായ കണക്ക് വേണമല്ലോ. ആ സംഭവിച്ചൊരു കൃത്യമായ വർഷമുണ്ടെങ്കിലാണല്ലോ അത് മുതൽ എന്ന് നമുക്ക് എണ്ണാൻ പറ്റുക. നമ്മൾ ആ വെക്കുന്ന കുറ്റി അത് ഉറച്ചതാവണമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം എന്നാണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ കണക്ക് സഹാബത്തിൻ്റെ കയ്യിലല്ലായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ വർഷത്തിനോ മാസത്തിനോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അത് ഇസ്ലാമിൻ്റെ മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നവരോട് നമ്മൾ പറയാറുള്ളത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ശ്രദ്ധിക്കാതെ അവർ പ്രാധാന്യം കൽപ്പിക്കാതെ പോയ ദിവസവും മാസവുമാണ്. അത് പിന്നീട് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെക്കാളും മേലെ ഉയരലാണ്. അതൊരിക്കലും ഇസ്ലാമികല്ല. രണ്ടാമത്തെ ഒരു അഭിപ്രായം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വം മുതൽ തുടങ്ങാനാണ്. ആ പ്രവാചകത്വം മുതലും തുടങ്ങാൻ അവർ വേണ്ടാന്ന് വെച്ചു. എന്തുകൊണ്ട്? അവർ പറഞ്ഞു, അതിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉറപ്പിച്ച ഒരു തീയതി പറയാൻ പറ്റൂല. കാരണം ഈ 2 സമയമെന്ന് പറഞ്ഞാൽ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ല. എല്ലാ അറബികളുടെ കൂട്ടത്തിലും ഒരു വ്യക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഒരു കുടുംബത്തിലെ ഒരു മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അത്രയേ ആളുകളുടെ കണ്ണിലുള്ളൂ. ഇതൊരു വലിയ പ്രവാചകനായി വരാൻ പോകുന്നയാളാണ് എന്ന ഒരു ധാരണയും ബോധവും ഒന്നും പ്രവാചകന്റെ ജന്മദിന സന്ദർഭത്തിൽ ആളുകൾക്കില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരിക്കുന്ന അവിടത്തേക്ക് വഹി ലഭിക്കുന്ന സന്ദർഭത്തിലും ഇത് ലോകത്തിൻ്റെ മാതൃകയാകുന്ന ഒരു പ്രവാചകനാവാൻ പോകുന്ന പോക്കാണ് എന്നാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ആരും ആ തീയതിയും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് എന്നാണ് നുബുവത്ത് കിട്ടിയത് എന്ന് ഒരു കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല. ഒരു ഏകദേശ കണക്കാണ് നമ്മൾ ഈ പറയുന്ന 40ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ. അതിന് 39 അങ്ങോട്ടാകുമോ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീൻ്റെ തുടക്കം തന്നെ അവിടത്തേക്ക് സ്വപ്നം നൽകപ്പെടലായിരുന്നു. ആ സ്വപ്നം തുടങ്ങിയത് എന്ന് മുതലാണ്? ഇങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അതും വേണ്ടാന്ന് വെച്ചു. പിന്നീട് 3ാമതും 4ാമതും പറഞ്ഞത് ഹിജ്റയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയും അവർ മാറ്റിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ചർച്ച മാറ്റിവെക്കാൻ കാരണം അതിൻ്റെ തീയതി ഉറപ്പില്ലാത്തത് കൊണ്ടല്ല, ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഹിജ്റ പോയത് എന്നും കൃത്യമായിട്ട് അവർക്കറിയാം. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തെന്നും കൃത്യമായിട്ട് അവർക്കറിയാം. പക്ഷേ അവർ അതിൽ റസൂലുള്ളാഹിന്റെ വഫാത്തും എണ്ണണ്ടാന്ന് കൂട്ടി. കാരണം അത് നമുക്ക് അവിടുത്തെ വഫാത്തിനെ ഓർമ്മിപ്പിക്കും. അത് നമ്മുടെ മനസ്സിന് താങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഓർക്കാൻ സഹാബത്തിന് സാധിക്കുമായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, അവിടുത്തെ വഫാത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് വിളിക്കാൻ സാധിച്ചില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന വരികൾ പറയുമ്പോഴേക്ക് അവിടുന്ന് പൊട്ടിക്കരഞ്ഞ ചരിത്രം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞത് അവിടുത്തെ വഫാത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതത്തിലെ ദുരന്ത ദിനമായി, ഇരുണ്ട ദിനമായി അവർ കണ്ടിരുന്ന ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്.
അതുകൊണ്ട് അത് നമ്മൾ എണ്ണണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്ത് മുതൽ ഇങ്ങനെ പറയേണ്ടി വരൂലേ, അതും വേണ്ടാന്ന് വെച്ചു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഹിജ്റ മുതൽ തുടങ്ങാം, ഹിജ്റ മുതൽ നമുക്ക് കലണ്ടറിൻ്റെ എണ്ണൽ പരിഗണിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതടിസ്ഥാനത്തിൽ ഹിജ്റ മുതലേക്ക് എണ്ണാം എന്ന തീരുമാനത്തിലെത്തുകയാണ്. ഹിജ്റ മുതലേക്ക് എണ്ണാം എന്ന തീരുമാനത്തിലേക്കെത്തി. അപ്പോൾ ഹിജ്റ മുതൽ എണ്ണാന്ന് പറയുമ്പം അവരെ സംബന്ധിച്ച് അതിൻ്റെ തീയതി കൃത്യമായിട്ടറിയാമായിരുന്നു. അതിൻ്റെ തീയതി കൃത്യമായിട്ടറിയാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നാണ് ഹിജ്റ സംഭവിച്ചത്. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഹിജ്റയുടെ 1-ാം കൊല്ലം, ഹിജ്റയുടെ 1-ാമത്തെ വർഷം, ഹിജ്റയുടെ 2-ാമത്തെ വർഷം എന്ന ഹിജ്റയിലേക്ക് നമുക്ക് നമ്മുടെ ആ തറക്കല്ല് ഹിജ്റയിലാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹിജ്റയിലേക്ക് ഐക്യപ്പെട്ടു. എല്ലാ സഹാബത്തും ഈ വിഷയത്തിൽ നമുക്ക് ഹിജ്റ മുതൽ എണ്ണാം എന്നതിൽ ഐക്യപ്പെട്ടു. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇത്തഫഖ الصحابة رضي الله عنهم في سنة 16 وقيل سنة 17 أو 18. ഹിജ്റ 16-ലോ 17-ലോ 18-ലോ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതകാലത്തെ ഹിജ്റ 16-ലോ 17-ലോ 18-ലോ 3 അഭിപ്രായങ്ങളാണുള്ളത്. ഈ സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്നാ ചർച്ച നടന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു ഹിജ്റ 16-ലാണ്, രണ്ടാമത്തത് ഹിജ്റ 17-ലാണ്, മൂന്നാമത്തെ അഭിപ്രായം ഹിജ്റ 18-ലാണ്. ആ സന്ദർഭത്തിൽ ആ ചർച്ചയിൽ ഇത്തഫഖ സഹാബത്തു, സഹാബത്ത് ഐക്യപ്പെട്ടിരിക്കുന്നു ഹിജ്റ കലണ്ടർ രൂപീകരിക്കാൻ. എന്ത്? അലാ ജഅലി ഇബ്തിദാഇ താരിഖിൽ ഇസ്ലാമി മിൻ സനത്തിൽ ഹിജ്റ, ഹിജ്റ നടന്ന വർഷമേതാണോ ആ വർഷത്തിൽ ഇസ്ലാമിക ചരിത്രം നമുക്ക് തുടങ്ങി വെക്കാം, അതുമുതൽ എണ്ണിത്തുടങ്ങാം എന്നതിൽ സഹാബത്ത് ഐക്യപ്പെട്ടു. അതുവരെ എന്തായിരുന്നു? നബിയുടെ നുബുവത്തിൻ്റെ 1-ാം കൊല്ലം, നുബുവത്തിൻ്റെ 2-ാം കൊല്ലം എന്നായിരുന്നു അവരെണ്ണിയിരുന്നത്. ആ ഹിജ്റയിലേക്കായതോടുകൂടി അവരുടെ സംസാരവും എഴുത്തും ഡേറ്റ് എഴുതലുമൊക്കെ ഹിജ്റയുടെ 1-ാം കൊല്ലം, ഹിജ്റയുടെ 2-ാം കൊല്ലം എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്റ നടന്ന അന്നല്ല ഹിജ്റ കലണ്ടർ ഉണ്ടാവുന്നത്. ഹിജ്റ കഴിഞ്ഞിട്ട് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിജ്റ കലണ്ടറിന് ചർച്ച നടക്കുന്നത്. ആ 16 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ചർച്ചയിൽ അവർ 16 കൊല്ലം മുമ്പത്തേക്ക് ചിന്തിച്ചു. എന്നിട്ട് ആ ഹിജ്റ മുതൽ അവരെങ്ങനെ എണ്ണി. അപ്പോൾ അവർ പറയും, ഹിജ്റയുടെ 1-ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി ഹിജ്റ വന്നു. ആ ഹിജ്റയുടെ 1-ാം കൊല്ലം സക്കാത്ത് നിർബന്ധമായി. ഹിജ്റയുടെ 2-ാം കൊല്ലം സൂറത്തുൽ ബഖറ ഇറങ്ങി. ഹിജ്റയുടെ 2-ാമത്തെ കൊല്ലം ബദർ യുദ്ധം നടന്നു. ഹിജ്റയുടെ 3-ാമത്തെ കൊല്ലം ഉഹദ് യുദ്ധം നടന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്രങ്ങളെല്ലാം പിന്നീട് സഹാബത്ത് മുതൽ ഈ കലണ്ടർ തീരുമാനമായതിനു ശേഷം ആ രൂപത്തിൽ എണ്ണാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും വർഷം ഏതാവണം എന്ന് നിശ്ചയിച്ചു. അത് ഹിജ്റയിലാണ്, അത് ഹിജ്റ നടന്ന വർഷത്തിലാവണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ അവർ ചോദിച്ചു, ഇനി നമ്മൾ 1-ാമത്തെ മാസമായിട്ട് ഏതെണ്ണണം, 1-ാമത്തെ മാസമായിട്ട് ഏതെണ്ണണം? അതാണ് അടുത്ത ചർച്ച. ഹിജ്റ കലണ്ടറിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ ഈ ഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം എന്താ ചർച്ച? ഏത് വർഷം മുതൽ നമുക്ക് തുടങ്ങണം എന്നാണ്. അപ്പോൾ ഹിജ്റ മുതലാക്കാം, അതിൽ ഐക്യപ്പെട്ടൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇനി അടുത്ത ചർച്ച, നമ്മൾ 1-ാമത്തെ മാസമായിട്ട് ഏതിനെയാണ് എണ്ണേണ്ടത്? 1-ാമത്തെ മാസമായിട്ട് ഏതെന്താണ് എണ്ണേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ അതിൽ റജബ് പറഞ്ഞവരുണ്ട്, റമദാനിനെ പറഞ്ഞവരുണ്ട്, മുഹറത്തിനെ പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വലിനെ പറഞ്ഞവരുണ്ട്. ഇങ്ങനെ വിവിധ മാസങ്ങളെ ആ വിഷയത്തിലേക്ക് എണ്ണിയവരുണ്ട്. അതെന്താ അങ്ങനെ വന്നത്? മുഹറത്തിൻ്റെ പേര്, റബീഉൽ അവ്വലിൻ്റെ പേര് അവിടെ നമ്മൾ മനസ്സിലാക്കുക. സഹാബത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ല. നമ്മൾ എണ്ണുന്ന ഹിജ്റ കലണ്ടറിലെ 12 മാസങ്ങളും മാസങ്ങളുടെ പേരുകളും അത് സഹാബത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതല്ല. പിന്നെയോ അത് അതിനു മുമ്പേയുണ്ട്. എന്നു മുതലുണ്ട്? ലോകമാരംഭിച്ച അന്നു മുതലുണ്ട്. ലോകമാരംഭിച്ച അന്നു മുതൽ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ രേഖയിൽ 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അന്നു മുതൽ അല്ലാഹുവിൻ്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആ 12 മാസങ്ങളും അതിൻ്റെ പേരുകളും അള്ളാഹു അന്നു മുതലേ നിശ്ചയിച്ച് മനുഷ്യ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പലരും അത് ഉപയോഗിക്കാതെ വിട്ടുപോയി.
അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് പലരും മാറിപ്പോയി. മറ്റുള്ള ആദർശങ്ങളെയും മറ്റുള്ള സംഭവങ്ങളെയും അവർ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവർ തങ്ങളുടെ ജീവിതത്തിൽ കലണ്ടറിൽ വരെ അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചു. അങ്ങനെ അറബികളുടെ ചരിത്രത്തിലേക്ക് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമികമായ ഇസ്സത്ത് നൽകപ്പെടുന്ന ഇസ്ലാം അറബികളുടെ ഇടയിൽ പ്രചരിക്കുന്ന സന്ദർഭത്തിനു മുമ്പും അറബികളുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവരും ഹിജ്റ കലണ്ടർ എന്ന് നമ്മൾ എന്തുപയോഗിക്കുന്നു അത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവർ പേര് മാറ്റി പറഞ്ഞിരുന്നു. അറബികളുടെ ജീവചരിത്രത്തിൽ പണ്ഡിതന്മാർ പരാമർശിക്കുന്നുണ്ട്. അറബികളുടെ ചരിത്രം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ വല്ലിപ്പയായ കഅബ് ബിൻ മുറ, നബിയുടെ വല്ലിപ്പമാരെങ്ങനെ എണ്ണുമ്പോൾ അബൂ ത്വാലിബും അബ്ദുൽ മുത്തലിബ് മുതലുള്ള വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ഹാസിമ് തുടങ്ങി വല്ലിപ്പാരടങ്ങുമ്പോൾ 5ാമത്തെ വല്ലിപ്പയായ കഅബ് ഇബ്നു മുറ, ആ കഅബ് ബിൻ മുറ എന്ന റസൂലുള്ളാഹിന്റെ 5ാമത്തെ വല്ലിപ്പയാണ് അറബികൾ അടക്കം പേര് മാറ്റി ഉപയോഗിച്ചിരുന്ന ഈ ഹിജറയുടെ 12 മാസങ്ങളെ അതിൻ്റെ യഥാർത്ഥ മാസങ്ങളിലേക്ക് മീറ്റിംഗ് കൂടി തീരുമാനിച്ചു കൊണ്ടുവരുന്നത്. അതുവരെ അവർ മുഹറത്തിന് ഉദാഹരണം മുഅ്തമർ എന്നാണ് പറഞ്ഞിരുന്നത്. മുഹറം എന്ന് പറയൂല, മുഅ്തമർ എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്ന മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഇതൊക്കെ വേറെ പേരായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ വേറെ പേര് പറഞ്ഞു കൊടുത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ വല്ലിപ്പ കഅബ് ബിൻ മുറ എന്ത് ചെയ്തു? ആളുകളെ വിളിച്ചു ചേർത്ത് ശൂറ കൂടി, മീറ്റിംഗ് കൂടിയിട്ട് അവർ ആ മാസങ്ങളുടെ പേര് അള്ളാഹു നിശ്ചയിച്ചതായി അവർ കേട്ടുപഠിച്ചിരുന്ന വേദക്കാരുടെ അരികിൽ നിന്ന് കേട്ടുപഠിച്ചിരുന്ന ആ പേരിലേക്ക് അവർ മാറ്റി ഉദ്ധരിക്കാൻ തുടങ്ങി. മുഹറം എന്നും സഫർ എന്നും റബീഉൽ അവ്വൽ എന്നും റബീഉൽ ആഖിർ എന്നും കഅബ് ബിൻ മുറന്റെ കാലം മുതൽ അറബികൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോഴൊക്കെയുള്ള അവസ്ഥ എന്താ? മുഹറം, സഫർ എന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. 12 മാസങ്ങളുമായിരുന്നു. മാസങ്ങളെ തീരുമാനിക്കാൻ ഓരോ മാസം കഴിഞ്ഞു, അടുത്ത മാസത്തിലേക്ക് പ്രവേശിച്ചു എന്നതറിയിക്കാൻ അവർ അവലംബിച്ചിരുന്നത് ചന്ദ്രനെയുമായിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. നമ്മളിപ്പോൾ കേവലം ചരിത്രം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഹിജ്റയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദഭാവം, അതിൻ്റെ 2ാം ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ചയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും കഅബ് ബിൻ മുറ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ വല്ലിപ്പ മുതലാണ് പല പേരിലേക്ക് അവർ മാസങ്ങളുടെ പേര് മാറ്റിയെടുത്തുനിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അറബികൾ ആ മാസങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മാസം അന്ന് മുതലേ ഉണ്ട്. അവർ അതിൽ 4 മാസങ്ങളെ പവിത്രമായി കണ്ടു. അത് മുഹറവും റജബും ദുൽഖഅദയും ദുൽഹിജ്ജയുമാകുന്നു. അതും കഅബ് ബിൻ മുറന്റെ കാലം മുതലേ ഉണ്ട്. അതെവിടുന്നാണ് അവർക്ക് കിട്ടിയത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ കുറച്ചൊക്കെ നഷ്ടപ്പെടാതെ അവിടെ കടന്നിരുന്നു. ആ ശരീഅത്തിൽ നിന്ന് കേടുവരാതെ കടന്ന ചില ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഈ മാസങ്ങളിൽ 4 പവിത്രമാണ് എന്ന ശരീഅത്ത്. അങ്ങനെ അത് അവർ നടപ്പിലാക്കി. അത് അറബികളെല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരുന്നു. അവിടുന്ന് ജനിക്കുന്നു. 40ാമത്തെ വയസ്സിൽ അവിടുന്ന് ദഅവത്ത് തുടങ്ങുന്നു. പിന്നെ ഇസ്ലാമിലും ആ മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന കലണ്ടർ തന്നെ ഉപയോഗിക്കൽ തുടങ്ങി. ആ പേര് തന്നെ മാസങ്ങൾക്ക് ഉപയോഗിക്കൽ തുടങ്ങി. ആ തുടങ്ങൽ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലെത്തിയപ്പോൾ അതിനൊരു വർഷം പറയാനുള്ള ചർച്ചയാണ് നടത്തിയത്. അപ്പോഴാണ് ഹിജ്റയിലേക്ക് ആവാമെന്ന് പറഞ്ഞത്. ശരി, ഈ ഹിജ്റയുടെ ദിവസം ഹിജ്റ കലണ്ടറിൽ ഇനി നമ്മൾ 1ാമത്തെ മാസമായിട്ട് ഏതെണ്ണണം? അത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ല. 1ാമത്തെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസങ്ങൾ ഉപയോഗിക്കലുണ്ട്. മുഹറത്തിലെ നോമ്പിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചു. ഷഹറുല്ലാഹിൽ മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഫറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാസങ്ങളെക്കുറിച്ച് നബി പറയാറുണ്ട്. ഇതിൽ 1ാമത്തെ മാസം മുഹറം, 2ാമത്തേത് റബീഉൽ അവ്വൽ, അങ്ങനെ 1, 2 എന്നൊരു എണ്ണൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സഹാബത്തിന് ചർച്ച വന്നു. ഇനി 1ാമത്തെ മാസം അതിനി നമ്മൾ എങ്ങനെ കാണണം? അപ്പോൾ പല ചർച്ച. ഒരു കൂട്ടർ റമദാൻ പറഞ്ഞു, ഒരു വിഭാഗം റജബ് പറഞ്ഞു. സഹാബത്തെ ഈ പറയണതൊക്കെ. ഒരു കൂട്ടർ റബീഉൽ അവ്വലിനാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ റബീഉൽ അവ്വൽ എന്ന് പറയുന്നതിന് ഒരു ഊന്നൽ ചിലരൊക്കെ നൽകിയിരുന്നു. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണല്ലോ നമ്മൾ വർഷമായി കാണുന്നത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്ന മാസം ഏതാണ്? അത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെടുന്നു മക്കയിൽ നിന്ന്. റബീഉൽ അവ്വൽ 12-ന് മദീനയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് 1ാം മാസം റബീഉൽ അവ്വലാക്കാം എന്ന് ചിലർ പറഞ്ഞു.
ആ പറഞ്ഞ അഭിപ്രായങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ മൂന്ന് സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് 1-ാം മാസം മുഹറം എന്ന മാസമായി നിശ്ചയിക്കാം. ആരൊക്കെയാണ് മൂന്ന് സഹാബത്ത്? ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന മൂന്ന് സഹാബത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഇനിയിപ്പം മൂന്നാളെ പറയാൻ പറ്റുന്ന കേമന്മാർ ഉണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവ് കൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞ മൂന്നാളുകളുണ്ടെങ്കിൽ അത് ഇവർ മൂന്നാളുമാണ്. ഒരു മൂന്നാളും ഒരേപോലെ പറഞ്ഞു, നമുക്ക് മുഹറം മാസത്തെ 1-ാമത്തെ മാസമായി ചേർക്കാം. അതിന് കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് 1-ാം മാസം മുഹറമാക്കാൻ അവർ നിശ്ചയിച്ചത്? ഒന്ന്, അറബികൾ. നമ്മൾ പറഞ്ഞല്ലോ, കഅബ് ഇബ്നു മുർറ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 5-ാമത്തെ വെള്ളിപ്പ മുതൽ ഈ 12 മാസങ്ങൾ അതേ പേരോടുകൂടി ഉപയോഗിച്ചപ്പോൾ അവർ 1-ാമത്തെ മാസമായി എണ്ണിയത് മുഹറമായിരുന്നു. അവരുടെ അന്നത്തെ മീറ്റിങ്ങിൽ അവർ തീരുമാനിച്ചത് മുഹറമായിരുന്നു. 2 സഫർ, 3 റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്ന് തുടങ്ങിയിട്ടായിരുന്നു അവർ എണ്ണിയത്. നമ്മൾ അവരുടെ തുടർച്ചയിലാണല്ലോ ഉള്ളത്. അവരുമായിട്ട് ആവശ്യമില്ലാത്ത ഒരു വേർതിരിവ് നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഈ സഹാബത്തടക്കം അറബികളാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു വ്യവസ്ഥിതി, അതിൽ കേടുപാട് പറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മുഹറത്തിലേക്ക് 1-ാം മാസമായി എണ്ണുന്നതാണ് എന്ന അഭിപ്രായം വന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാരണം പറഞ്ഞത്, ഹിജ്റ എന്ന് പറയുന്നത് സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ ഹിജ്റ പുറപ്പെട്ടത് റബീഉൽ അവ്വലിൽ ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് വേണ്ടിയുള്ള പ്ലാൻ ചെയ്തത് അത് മുഹറം മാസത്തിലാണ്, അല്ലെങ്കിൽ അത് മുഹറത്തിനോട് അനുബന്ധിച്ചാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിൽ ഹിജ്റ പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പുള്ള സഫർ, അതിനു മുമ്പുള്ള മുഹറം, അതിനു മുമ്പുള്ള ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജ മാസത്തിൽ അൻസാരികൾ വന്നിരുന്നു മദീനയിൽ നിന്ന്. അൻസാരികളുമായുള്ള ചർച്ചയിൽ അവർ പറഞ്ഞു, നിങ്ങൾ മദീനയിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചു കൊള്ളാം എന്ന അൻസാരികളുടെ ഉറപ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് പിന്നീട് മുഹറവും സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെടുന്നത്. അതിൻ്റെ തലേ വർഷത്തിലെ ദുൽഹിജ്ജയിലും അൻസാരികളിൽ ഒരു വിഭാഗം വന്നിരുന്നു, നിങ്ങൾ മദീനയിൽ വന്നാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതടിസ്ഥാനത്തിൽ നബി പല സ്വഹാബത്തിനും മദീനയിലേക്ക് ഹിജ്റ പോവാൻ അനുമതി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ദുൽഹിജ്ജയിൽ വീണ്ടും കുറേയധികം അൻസാരികൾ അവിടെ നിന്ന് വരുന്നു. മുസ്ലിങ്ങളാണെന്ന് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്ത് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ മദീനയിൽ വന്നാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് വീണ്ടും വാഗ്ദാനം ചെയ്ത്. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെടുന്നത്. പക്ഷേ ആ ഹിജ്റക്ക് വേണ്ടിയുള്ള ഒരുക്കം അത് ദുൽഹിജ്ജയിൽ, 2-ാമത്തെ ദുൽഹിജ്ജയിൽ, 2-ാമത്തെ അവരുടെ വരവിന് ശേഷം മുതൽ ചർച്ച നടന്ന് പിന്നീട് ആരംഭിക്കുന്ന 1-ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഹറമാണ്. ഒന്ന് ദുൽഹിജ്ജ പകുതി, അഥവാ ദുൽഹിജ്ജ 10-ന് ഹജ്ജും കഴിഞ്ഞ് ആ ഹജ്ജിന് ശേഷമുള്ള ബൈഅത്തിൽ അവർ നടത്തുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വേണ്ടി ആലോചന നടത്തുന്നു. അങ്ങനെ ആ ദുൽഹിജ്ജ പകുതിയുടെ ശേഷം പിന്നീട് ദുൽഹിജ്ജ കഴിഞ്ഞ് തുടങ്ങുന്ന 1-ാമത്തെ മാസം ഏതാ? അത് മുഹറമാണ്. അതുകൊണ്ട് 1-ാമത്തെ മാസം മുഹറമായി നിശ്ചയിക്കാം എന്ന് തീരുമാനം വന്നു. അതാണ് 2-ാമത്തെ കാരണം എന്തുകൊണ്ടാണ് ഹിജ്റയിൽ മുഹറത്തെ 1-ാമത്തെ മാസമായി കാണുന്നത്. മറ്റൊന്ന് പറഞ്ഞത്, അറബികൾ തന്നെയും ഈ മുഹറത്തിനെ 1-ാമത്തെ മാസമായി കാണാൻ അവർ നൽകിയിരുന്ന പല മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നെന്താണ്, അവർ ഒരു വർഷത്തിൻ്റെ അവസാനമായി ഈ ഹജ്ജിനെ കാണും. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അവരുടെ ഒരു വലിയ ബാധ്യത എന്ന നിലക്ക് ഹജ്ജ് കർമ്മമൊക്കെ കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തി അവരുടെ ബിസിനസ്സും കച്ചവടവും ഭൗതിക പ്രവർത്തനങ്ങളും വീണ്ടും പുനരാരംഭിക്കാറുള്ളത് മുഹറത്തിലായിരുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അവർ ആ ഒരു മാനദണ്ഡ പ്രകാരം മുഹറം മാസത്തെ അന്ന് മുതൽ 1-ാമത്തെ മാസമായി എണ്ണിയിട്ടുണ്ടായിരുന്നു. അതെന്തായി? മുസ്ലിമുകൾ ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് അംഗീകരിച്ചു, സ്ഥിരപ്പെടുത്തി, നമുക്കും അങ്ങനെയാവാം. അതല്ലാതെ ഹിജ്റ പുറപ്പെട്ടത് മുഹറത്തിലല്ല. ഈ സംഭവത്തെ വായിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഹിജ്റ
സംഭവിച്ചത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മുഹറത്തിലാണ്, ഒരിക്കലുമല്ല. ഹിജ്റ എന്നതിലേക്ക് അവർ എത്തിയത് വർഷത്തിൻ്റെ വിഷയത്തിലാണ്. ഏത് വർഷത്തെ എണ്ണണം എന്നുള്ളിടത്താണ് ഹിജ്റയിലേക്ക് വന്നത്. മാസം നോക്കിയപ്പോൾ ഹിജ്റ നടന്ന മാസമല്ല കണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റബീഉൽ അവ്വൽ ആ ഒന്നാമത്തെ മാസം, അതല്ല. ആ ഒന്നാമത്തെ മാസം റബീഉൽ അവ്വലിൻ്റെയും മുമ്പുള്ള രണ്ട് മാസം മുമ്പ് മുഹറത്തിലാണ് അവർ ഒന്നാമതായി എണ്ണിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നതിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഈ വിശദീകരിച്ചത്. അപ്പോൾ ഇതാകുന്നു ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഹിജ്റ കലണ്ടർ എന്ന് പറയുമ്പോൾ ആ ഹിജ്റ കലണ്ടറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ നമ്മൾ അറിയേണ്ട മറ്റു ചില സംഗതികൾ കൂടിയുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ അവരുടെ ആരാധനകൾക്ക് വേണ്ടി, ആരാധനാ കാര്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുന്നതാണ്. എന്നിരിക്കെ തന്നെയും നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിക്കുന്നതിൻ്റെ വിധി അത് അനുവദനീയമാണ്. ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഹിജ്റ കലണ്ടറും ഇംഗ്ലീഷ് കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹിജ്റ കലണ്ടറിൽ പരിഗണിക്കപ്പെടുന്നത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ്. ഇംഗ്ലീഷ് കലണ്ടറിൽ പരിഗണിക്കപ്പെടുക സൂര്യനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതാണ് വ്യത്യാസമുള്ളത്. അതിൽ മുസ്ലിമുകൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഹിജ്റ കലണ്ടർ, ചന്ദ്രനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഹിജ്റ കലണ്ടർ ആയിരുന്നു. ആ കലണ്ടർ ആരാണ് ആദ്യം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, പിന്നെ ആരാണ്? സഹാബത്താണ്. പിന്നെ ഉമർ അറബികളായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ എത്രയോ മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ റസൂലിൻ്റെ 5ാമത്തെ വല്ലിപ്പ എന്ന് പറഞ്ഞ കഅബ് ബിൻ മുറയാണോ? അദ്ദേഹവുമല്ല. അവരൊക്കെ കഅബ് ബിൻ മുറ എന്തേ ചെയ്തിട്ടുള്ളൂ? ഈ മാസങ്ങളുടെ പേര് പലതാക്കി മാറ്റിയത് എന്താണോ ശരിക്കുമുള്ള പേര് അതിലേക്ക് കൊണ്ടുവന്നതാണ് കഅബ് ബിൻ മുറ ചെയ്തത്. അതേ സന്ദർഭത്തിൽ ചന്ദ്രനെ ആസ്പദമാക്കിക്കൊണ്ട് 12 മാസങ്ങളെ എണ്ണുക എന്ന പ്രവൃത്തി അത് അതിനു മുമ്പേ അറബികൾ ആചരിച്ചു പോകുന്നതായിരുന്നു. കഅബ് ബിൻ മുറൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അവർ പേര് മാറ്റിയത് യഥാർത്ഥ പേരിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അത് തുടർന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ശരീഅത്തിനെ പഠിപ്പിച്ചപ്പോൾ, ഇസ്ലാമിനെ പഠിപ്പിച്ചപ്പോൾ നാട്ടിൽ ഉള്ളതായ കലണ്ടർ എന്താണോ ആ നാട്ടിലുള്ള കലണ്ടറിനെ അംഗീകരിച്ച് നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിനെ അംഗീകരിച്ചു. ആ നാട്ടിലുള്ള കലണ്ടർ എന്താണോ അതിനെ നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിനെ അംഗീകരിച്ചു. സാധാരണ ഇസ്ലാം വിരോധികൾ സാധാരണ പറയാറുണ്ട്, ഏത് മതവും ഏതെങ്കിലും പ്രദേശത്തിലേക്കോ ഏതെങ്കിലും കാലഘട്ടത്തിലേക്കോ ഏതെങ്കിലും ഭൂപ്രകൃതിയിലേക്കോ ഊന്നി നിന്ന ഒരു കാര്യം മാത്രമാണ്. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ, ലോകത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും പരിഗണന നൽകിയ കാര്യമാണ് എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല എന്ന് ചിലർ പറയാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് അറബികളുടെ കൂട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അറബിയാണ്. അവിടുന്ന് ഇസ്ലാം ദഅവത്ത് ചെയ്തത് അറബികൾക്കിടയിലാണ്, അറബി ലോകത്താണ്. ആ സന്ദർഭത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം, ഒരു പുതിയ കലണ്ടർ കൊണ്ടുവരിക, അതുവരെ നാട്ടുകാരെല്ലാവരും പരിഗണിക്കുന്ന ഒന്നിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം അനാവശ്യമായി കൊണ്ടുവരിക എന്നതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ചെയ്താൽ അതാകുമായിരുന്നു വിഡ്ഢിത്തം. അതുകൊണ്ട് യോജിക്കാവുന്നിടത്തൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ അവരുടെ കലണ്ടറിലോ അവരെണ്ണിയ മാസത്തിൻ്റെ പേരിലോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പഠിപ്പിച്ചത് അവരുടെ അഖീദയിലാണ്, അവരുടെ വിശ്വാസത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നവരായി, അവർ കുഫർ വെച്ച് പുലർത്തുന്നവരായി, അവർ ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ തന്നിഷ്ടത്തിന് നിർമ്മിച്ചു. അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയോജിപ്പ് അറിയിച്ചു. ശിർക്ക് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വിഷയത്തിൽ നമ്മൾ 2 ചേരിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം, എനിക്കെൻ്റെ ആചാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതേ സന്ദർഭത്തിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരോടൊപ്പം യോജിച്ചു പോകാവുന്ന വേഷത്തിലോ
ഇത്തരത്തിലുള്ള മാസത്തിൻ്റെ എണ്ണത്തിലോ മാസത്തിൻ്റെ പേരുകളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. അതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തികേട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കണമല്ലോ എന്നുള്ളവർ ഇപ്പോൾ പറയുന്നത് സാധാരണ ഇസ്ലാം മതം എന്ന് പറഞ്ഞ ഒരു അറബി ഭൂപ്രകൃതിയെ ചുറ്റിപ്പറ്റി കൊണ്ടുവന്ന ഒരു ആചാരമാണ്. അതൊരു അറബികളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാവുന്നതാണ്. അത് കാലോചിതമോ സർവസ്പർശിയോ എല്ലായിടത്തേക്കും ഫിറ്റാവുന്നതോ അല്ല എന്ന് വിമർശിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്, യുക്തിമാനാണ്. യുക്തിക്ക് യോജിച്ചതേ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ളൂ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് മുസ്ലിം ഉമ്മത്തിന് ഈ ഹിജറ കലണ്ടർ എന്ന് പറയുന്നത്. പക്ഷെ അത് പുറത്തു വന്നത് ഉമർ റളിയല്ലാഹു കാലഘട്ടത്തിലാണ് എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.